ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഒരു കൊച്ചൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കറി വെക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിവിടെ മീൻ ആരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പച്ചക്കറി ആണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സവാളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ 2-3 മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത അമ്മയാണ് എന്നോട്, ഞാനങ്ങ് മടിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് എന്നോട് വന്നത് ഉച്ചക്കത്തേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ ഉണ്ട് TV ഒക്കെ കാണുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളിതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേക്കാൻ ഒത്തിരി താമസിച്ചു. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര താമസിച്ചു കേട്ടോ, മടിച്ചു ഞാൻ. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ എഴുന്നേക്കാൻ താമസിച്ചേ. അതുകൊണ്ട് താമസിച്ചപ്പോൾ തന്നെ നമ്മൾ കഴിക്കാനും ഒക്കെ ലേറ്റായി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞതല്ലേന്ന് വെച്ചിട്ട് അത് കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. വേറെ അല്ലാണ്ട് എന്താ ഉണ്ടാക്കുക, എപ്പോഴും ചോറിന് മീനൊന്നും ഇല്ലാണ്ട് വേറെ എന്താ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഇരുന്ന മുട്ട ഞാനാണെങ്കിൽ മുട്ട ഒരു 4 ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊരെണ്ണം അതിൻ്റെ തോട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഉണ്ടല്ലോ വെള്ളത്തിലോട്ട് കലർന്നു. അപ്പോൾ പിന്നെ ഞാനതങ്ങ് മാറ്റി. പിന്നെ വേറെ ഒരെണ്ണം അല്ലാണ്ട് എടുത്തിട്ടു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ 4 സവാള ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 5 സവാള അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം ബാലൻസ് വെച്ചിട്ട് ബാക്കി 4 ഞാൻ എടുത്തു. ഒന്ന് നമ്മുടെ ബിരിയാണിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവാള വറുത്തിടാമെന്ന് വെച്ചു. പിന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും നമ്മൾ ബിരിയാണിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിക്കുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് സംഗതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒന്ന് കുക്കറിലോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 സവാള ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മൾ കുക്കർ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകവും പട്ടയും പിന്നെ 2 ഗ്രാമ്പും അത്രയും കണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എഗ് റൈസിന് ഒരുപാട് സ്പൈസി ഒരുപാട് നമ്മുടെ മസാലയുടെയോ അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കണം. ഞാൻ എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു ആദ്യം. പിന്നെ അത് വേണ്ട, ചിലപ്പോൾ അത് ഇങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഫുള്ളിങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾ കഴിച്ചോളും. എങ്കിലും എനിക്കെന്തോ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതങ്ങ് മടിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും എഗ് ബിരിയാണി വെക്കാമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഇഞ്ചി ഉണ്ടോ അതില്ല, വെളുത്തുള്ളി ഉണ്ടോ അതും ഇല്ല. അപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാണ്ട് ഞാൻ ഇതും ഉണ്ടാക്കാൻ ഞാൻ മടിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം, അവർക്കൊരു ഹാപ്പി ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ട് നമ്മൾ പെരുംജീരകവും ഗ്രാമ്പും പട്ടയും നമ്മൾ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണേ ഉള്ളൂ കേട്ടോ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടിയും ഞാൻ ഒരു ചെറിയ സ്പൂണിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല കളറും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ സ്പൂണ് മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. 1.5 അപ്പോൾ 1.25 ചെറിയ സ്പൂണിൽ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് മൊരിയണം കേട്ടോ. ഉള്ളി നന്നായിട്ട് മൊരിയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊടികളുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ ഇതിൽ വേറൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനെയുള്ള യാതൊരു ഐറ്റംസ് പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ 1 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ല ഇതിന് പകരം തക്കാളിപ്പഴം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊടികളൊക്കെ ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കിടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെന്താ നമ്മൾ നല്ലൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് അതിൻ്റെ ആ കളറാണ് മെയിൻ. അപ്പോൾ ആ കളർ നന്നായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൊന്നിയരിയാണെന്ന് പറയും കേട്ടോ. പൊന്നിയരി അല്ലെങ്കിൽ ബിരിയാണി റൈസ് നമ്മുടെ ചെറിയ അരി ഉണ്ടല്ലോ അത്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ ഇതുപോലെ എന്തെങ്കിലും റൈസുകൾ വെച്ച് കൊടുക്കണമെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഫുള്ള് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് അതങ്ങ് ബാലൻസ് വന്നത് ഫുള്ള് എടുത്തു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി നമ്മുടെ ഈ ഉള്ളിയിലും
നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയില്ലേ, ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അന്നേരം നമ്മുടെ റൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവോ അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം വെക്കണം എന്നുള്ളതോ അങ്ങനെയൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്തോണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ ആ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്തപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അല്ലാതെ പെരുംജീരകം അങ്ങനെയുള്ള ഇതാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി വേണം. ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ആയി കിട്ടുമല്ലോ. പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. റൈസ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ജസ്റ്റ് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരി വേവേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരി വേവാൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് അരിയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഫുള്ള് എനിക്ക് ഇതിന് വേണ്ടിയിട്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നതിനെക്കാട്ടിലും തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ബാച്ചിലർ ലൈഫിനെ പോലൊക്കെ. അപ്പോൾ അവരൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടല്ലേ. അപ്പോൾ അതുപോലെ ഞാനും ഇതുപോലെ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, എനിക്കും അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ എത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു കുക്കർ ഫുൾ, അത്രയും ഒരു കുക്കർ ഫുൾ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി നമുക്ക് ഒരു നേരം കഴിക്കാൻ, എല്ലാവരും കൂടി ഒരു നേരം കഴിച്ചിട്ട് പിന്നെ ഒരാൾക്ക് കൂടി കഴിക്കാനുള്ള ബാലൻസ് വൈകുന്നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ അരിക്ക് കുറച്ചുകൂടി മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുക്കറൊന്ന് അടച്ചു കൊടുത്തേ. നമ്മൾ പിന്നെ ഉപ്പും മസാലപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ അടച്ചത്. അപ്പോൾ നമ്മളിനി റൈസിനേക്ക് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു 1.5 മുറി സവാളയാണ് കേട്ടോ. വലിയ സവാളയായിരുന്നു, അതുകൊണ്ട് 1.5 മുറി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നന്നായിട്ട് മുരിച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് അടപ്പ് വെച്ച് അടച്ച് കൊടുത്തിട്ട് അതപ്പോൾ നന്നായിട്ട് ഒരു സൈഡിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ ഈ മഴ കാരണം നമുക്ക് എന്ത് ചെയ്യാനായാലും ഒരു മടിയായിരിക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ കിടക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നതൊക്കെ ഒത്തിരിയും താമസിച്ചാണ് കേട്ടോ. അപ്പോൾ വല്ലതും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കയറി കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എണീക്കും, ചായ കുടിക്കും, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. മഴയാകുമ്പോൾ ഭയങ്കര പൊതുവെ ഒരു മടിയാണ് നമുക്ക്. പിന്നെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാനൊന്നും നോക്കത്തില്ലല്ലോ, വേറെ ജോലികളൊന്നും ചെയ്യാനും നോക്കത്തില്ല. അപ്പോൾ ലച്ചും അതാ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മഴയാകുമ്പോൾ ഈ കതവ് അങ്ങ് അടച്ചിടും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വെളിയിൽ ഇറങ്ങി മഴ നനയെന്ന് വെച്ചിട്ട് ഞങ്ങൾ വെളിയിൽ കതവ് അങ്ങ് അടച്ചിടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കതക് തുറന്നതാണ്. അപ്പോൾ ലച്ചുമ്മ മഴയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. കളഞ്ഞെടുത്തിട്ട് ഇനി ഇതിനകത്ത് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ലച്ചുമ്മയ്ക്ക് മുട്ട പുഴുങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുട്ട കണ്ടുടനെ ഇട്ടാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്ന് ഇപ്പോൾ ഉണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് അങ്ങനെ കൊടുത്തില്ല. ഈ ബിരിയാണി റൈസിനകത്ത് ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് റൈസും പിന്നെ മുട്ടയും കൂടി എടുത്തിട്ടാണ് അവൾക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവൾ നല്ലതായിട്ട് കഴിച്ചേ. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ റൈസാണ്ട് വെന്തപ്പോൾ 2 വിസിലേ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നിട്ടില്ല, 1 വിസിൽ വന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ എയർ ഫുള്ള് കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ തുറന്നത് കൊണ്ട് കാര്യമായി. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അടുക്കി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി കുറച്ചുകൂടി ഇരുന്നായിരുന്നെങ്കിൽ കരിഞ്ഞു പോയേനെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുക്കറിനകത്ത് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്നും അറിയില്ല. പക്ഷേ റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഒന്നി തൊടാണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി എസൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കൈവച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അമ്മ എന്തായാലും അതൊന്ന് ചെത്തി ചെറുതായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇല്ല നമുക്ക് ഇതിലിടാൻ വേണ്ടിയിട്ട്, കിസ്മിസോ
നട്ട്സോ അണ്ടിപ്പരിപ്പോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കൈതച്ചക്ക എങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് നമ്മുടെ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മളെന്താ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ട് എണ്ണയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് വീതം മതി കേട്ടോ. 2-3 സെക്കൻഡ് വീതം നമ്മൾ ആ മുട്ടയുടെ 4 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയിൽ അകത്തോട്ട് നമ്മുടെ ആ പൊടികളൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഞാനത് 4 സൈഡും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ മുറിച്ചിടുന്നില്ല. മുറിച്ചിടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്തെ മഞ്ഞ കാര്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ റൈസിലേക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് ചേരാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ആ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ ബിരിയാണിയിലൊന്നും മുട്ട അങ്ങനെ മുറിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നമ്മുടെ പൊടികളൊക്കെ ആയിട്ട് നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ലഞ്ചിന് ചോറിന് നമ്മളിതുപോലെ മുട്ട ഫ്രൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഫുള്ളായിട്ടല്ല, അതിൻ്റെ പകുതി മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ പൊടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു പാത്രം, ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ, അത്രയേ ഉള്ളൂ ബിരിയാണി കേട്ടോ. ബിരിയാണി എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തു, പിന്നെ കൈതച്ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്താ മുട്ട പുഴുങ്ങിയത് അതിലേക്ക് രണ്ടാമത്തെ ലെയറിൽ വെച്ച് കൊടുത്തു കേട്ടോ. മുട്ടയുടെ എണ്ണമൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഭയങ്കര പിശുക്കാണ് കേട്ടോ എല്ലാത്തിനും. നമ്മൾ കുറേ അധികം റൈസ് ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ മുട്ട അതിലേക്ക് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ അടിയിൽ റൈസ് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോൾ ചെറുതായിട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ ചോറും വെച്ചു. പിന്നെ അതിലേക്ക് സവാളയും നമ്മുടെ മുട്ട പുഴുങ്ങിയെടുത്തതും പിന്നെ കൈതച്ചക്കയും പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ലച്ചുമ്മ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര വഴക്കായിരുന്നു, നിർബന്ധമായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിലെങ്ങും ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുറേ നേരം എൻ്റെ കയ്യിലിങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു അവളെ. അമ്മയാണെങ്കിൽ അവിടെ പപ്പടം കാച്ചുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോയി അവൾ പപ്പടം കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തുകൊണ്ട് നടക്കാം കേട്ടോ, പപ്പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ എല്ലാ ബിരിയാണിയൊക്കെ സെറ്റായി. നല്ല ഫ്ലേവറും നല്ല സ്പൈസിയും ഒക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല എഗ് ബിരിയാണി എനിക്കതിന് പൊതുവേ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ടാണോ എന്തോ അറിയാൻ വയ്യ, പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം അവന് തന്നെ കൊടുത്തു. ഇപ്പോൾ ഇളയവനാണ്. ഇളയവൻ ഭയങ്കര ആയിട്ട് ഇവനിങ്ങനെയുള്ള ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ അവന് തന്നെ ആദ്യമേ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂത്തവനാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.